ഇതാണ് സോയിലിംഗിന്റെ വർക്കിന്റെ ഡ്രില്ലിങ് ചെയ്യുന്ന വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 2 മെഷീനും കാണാം. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് മലാപ്പറമ്പ് ഭാഗത്താണ്. മലാപ്പറമ്പ് ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകൾ നടന്നിരുന്നു. അതിന്റെ പുതിയൊരു അപ്ഡേറ്റ് നോക്കാം. ഇതാണ് നമ്മുടെ മലാപ്പറമ്പിൽ നിന്നുള്ളൊരു കാഴ്ച. ഹൈവേന്റെ വർക്ക് കഴിഞ്ഞ് ഹൈവേയിലൂടെ വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സർവീസ് റോഡിന്റെ ഭാഗം കഴിയാത്തതുകൊണ്ട് ഇവിടെ തന്നെ വാഹനങ്ങൾ കാണാം. ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ ഭാഗത്തൂടെ ആണ് 2 സൈഡിലോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇക്ര ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്തേക്കുള്ള ടൗണിന്റെ ഭാഗത്തേക്കുള്ള റോഡിന്റെ ഭാഗത്തുള്ള കാഴ്ച അങ്ങുള്ളത് അങ്ങനെയാണ് കാണാം. നമുക്ക് ഇവിടെ ഒരു വലിയ പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ ഭാഗമായിട്ട് വരുന്ന പൈപ്പിന്റെ വർക്ക് നടന്നതാണ് തോന്നുന്നത് കാണുന്നത്. ഇതൊക്കെ നേരത്തെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഫുട്പാത്തിന്റെ മുകളിൽ ഇനി കട്ട വിരിക്കാനുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. ഇതാണ് ഇതിന്റെ സെന്റർ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. അടിപൊളിയായിട്ട് വാഹനങ്ങൾ പോകുന്നത് കാണാം. നമ്മളിപ്പോ പോകുന്ന സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള കാഴ്ചകൾ നോക്കാം. ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിയാത്തതുകൊണ്ടാണ് അവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്തിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ തന്നെ കാണാം ബസ് സ്റ്റോപ്പിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് ബസ് സ്റ്റോപ്പിന്റെ വർക്ക് കഴിഞ്ഞ ബസ് സ്റ്റോപ്പ് ഇവിടെ കാണാം. മലാപ്പറമ്പ് എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് നടക്കുന്നത്. ഇത് വഴിയാണ് ഈ വെള്ളത്തിന്റെ പൈപ്പൊക്കെ പോകുന്നത്. അതുകൊണ്ടായിരുന്നു ഇവിടെ കുറച്ച് ഡിലേ ആയത്. ഇപ്പം സർവീസ് റോഡിന്റെ വർക്കുകൾ വളരെ വേഗത്തിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഡ്രെയിനേജിന്റെ വർക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെ നടക്കുന്നത് കാണാം. അപ്പോൾ ആ ഭാഗത്ത് മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ ചെയ്തതിന് ശേഷം അവര് കുറെ മെറ്റലൊക്കെ നിറച്ചിട്ടുണ്ട്. മെറ്റൽ നിറച്ച് ഭാഗം കാണാം. നമുക്ക് അവിടെ ഇങ്ങനെ ലോറിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാണാം. JCB ക്രെയിൻ അതുപോലെയുള്ള വണ്ടികളൊക്കെ ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റിസ്കി ആയ ഒരു ഏരിയയാണ്. ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇവരിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കാണാം. അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല. അവിടെ കൊണ്ടുപോയിട്ട് ടിപ്പർ കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള മെറ്റൽ കാര്യങ്ങളൊക്കെ അവിടെ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് മുകളിലേക്ക് നിറച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഫില്ല് ചെയ്ത് കാണാം. നമുക്ക് ഇവിടെയൊക്കെ ഫില്ല് ചെയ്തില്ല, ഇതുപോലെ ഫില്ല് ചെയ്യാണ്. അതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ഭാഗത്താണ് ഇപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഇറ്റാച്ചി ഉപയോഗിച്ച് മണ്ണൊക്കെ നീക്കിയിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഹൈവേയിലേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു വിഷ്വൽ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി ആ ഭാഗത്താണ് കൂടുതൽ വർക്ക് നടക്കുന്നത്. അവിടെ മണ്ണൊക്കെ എടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് വർക്കുകളൊക്കെ എന്താണെന്ന് പോയി നോക്കാം. അവിടെയുള്ള വർക്കുകളൊക്കെ എങ്ങനെയാണെന്ന്. ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള ഇന്റർലോക്കിന്റെ വർക്കുകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഭാഗത്തുള്ള ഷോപ്പുകളിലേക്കൊക്കെ കടന്നു വരാനൊക്കെ വേണ്ടി നല്ല രീതിയിൽ ആ ഭാഗങ്ങളിൽ കുറച്ച് ഇതുപോലെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനുണ്ട്. ആ ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് കഴിയാത്തതുകൊണ്ട് 2 സൈഡിലോട്ടുള്ള വാഹനങ്ങളും ഈ വഴിയാണ് കടന്നു പോകുന്നത്. കുറച്ച് വീതി കുറവുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 2 ബസ് അവിടുന്ന് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പ്രയാസത്തിലാണ്. ഇങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ആ ഭാഗത്ത് കുറച്ച് വീതിയൊക്കെ കുറവാണ്. അപ്പോൾ നമുക്കിനി ആ ഭാഗത്തോട്ട് മണ്ണ് എടുക്കുന്ന ഭാഗത്തോട്ട് പോയി നോക്കാം. വർക്ക് വളരെ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ മണ്ണ് കുറച്ച് ഉറപ്പ് കുറഞ്ഞതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഒരു കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ടുള്ളത്. കോൺക്രീറ്റ് വാൾ കാണാൻ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ മണ്ണ് വെട്ടി ഇറക്കിയ ഭാഗങ്ങളിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്യുന്നത്. ഇവിടെ നല്ല സ്ട്രോങ് ആയ പാറയുള്ള ഭാഗമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സോയിൽ നെയിലിംഗ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രില്ലിങ് ചെയ്യുന്ന വർക്കാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. കാരണം നമുക്ക് 2-3 മെഷീൻ ഉപയോഗിച്ചാണ് ഇവിടെ ഡ്രില്ലിങ് ചെയ്യുന്നത്. അവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 എണ്ണം കാണുന്നുണ്ട്.
അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം ഹൈവേന്റെ ഭാഗം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് മണ്ണ് താഴോട്ട് വീണിട്ട് അതിന്റെ ഭാഗം ഇങ്ങനെ പുതിയ ക്രാഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഹൈവേ കുറച്ച് ഭാഗം ഇങ്ങനെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം അവിടുന്ന് മണ്ണ് താഴോട്ട് തട്ടിയിട്ടതിന്റെ ശേഷമുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കാണാൻ നമുക്ക് സർവീസ് റോഡിന്റെ ഭാഗം അവിടുന്ന് ഇങ്ങനെ ആ കാണുന്ന ഇറ്റാച്ചിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇതിന്റെ ഈ വാളിന്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന ഒരു ഗ്യാപ്പിലാണ് സർവീസ് റോഡ് വരിക. അതിന്റെ വർക്കുകൾ മണ്ണ് ഈ കോൺക്രീറ്റ് ഭാഗത്തുള്ള സോയിൽ നീലിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ റോഡിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് മുൻഭാഗത്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നത് ഈ വർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ആ ക്രോസിങ് അടക്കമുള്ളൂ. അത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പൊ നമ്മളെ അവിടെ നേരത്തെ ഒരു വീഡിയോ കാണിച്ച ആ ഭാഗത്ത് അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഇതുവഴിയാണ് കടന്നു പോവേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ ഇവിടെ ക്രോസ് ചെയ്തിട്ടാണ് ഹൈവേയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഹൈവേന്റെ വർക്ക് കുറച്ച് ഡിലേ ആയൊരു ഭാഗം ഇവിടെയാണ്, കോഴിക്കോട് ഭാഗത്ത്. ഇവിടെയും പിന്നെ നമ്മുടെ അറപ്പുഴ പാലത്തിന്റെ വർക്ക്, ആ ഭാഗത്തുള്ള വർക്കുകൾ, മാമ്പുഴ പാലത്തിന്റെ വർക്ക്, അങ്ങനെയുള്ള കുറച്ച് ഭാഗത്താണ് ഇപ്പോൾ കോഴിക്കോടിൽ വർക്കുകൾ. ബാക്കി എല്ലാ ഭാഗത്തും കോഴിക്കോട് ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവിടെ കാണാം നമുക്ക് ക്രഷ് ബാരിയറുകൾ, താഴെ ഇറക്കി വെച്ച ക്രഷ് ബാരിയറുകൾ. പെട്ടെന്ന് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ തട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. സൈഡില് സർവീസ് റോഡ് ഇല്ല. അവിടെ നിന്ന് കാണാൻ നമുക്ക് സർവീസ് റോഡ് ഇങ്ങനെ ഉൾവശത്തേക്ക് കയറി പോവാണ്, ഈ ഭാഗത്തുള്ള ഉൾവശത്തേക്ക്. അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ മണ്ണ് നിരപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതുവഴി സർവീസ് റോഡ് നിർമ്മിക്കാത്തതെന്ന് അറിയില്ല. കുറച്ച് ഭാഗം മാത്രം ഇവിടെ ഇങ്ങനെ വിട്ടുപോയിട്ട് ഉൾവശത്തു കൂടെ സർവീസ് റോഡ് നിർമ്മിച്ചത്. ഇവിടെ സർവീസ് റോഡ് ഉണ്ടാക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ബിൽഡിങ്ങിന്റെ ഭാഗം കുറച്ച് ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ സർവീസ് റോഡൊക്കെ നിർമ്മിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നും അല്ല. എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വിട്ടുപോയി അറിയില്ല. ഇവിടെ ഉൾവശത്തൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. ഇവിടെ കാണാം ഒരു കമ്പിവേലിയൊക്കെ കെട്ടി ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗം. അവിടുന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ വളരെ വീതി കുറവായതുകൊണ്ട് ആണ് ഈ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് കുറച്ച് ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വളരെ നല്ല രീതിയിൽ സോയിൽ നീലിങ്ങിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സോയിൽ നീലിങ്ങിന്റെ വർക്കിന്റെ ഡ്രില്ലിങ് ചെയ്യുന്ന വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 2 മെഷീനും കാണാം. ഒക്കെ വർക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക്. ഇതാണ് ഇവിടെയുള്ള സർവീസ് റോഡ്. സർവീസ് റോഡിന്റെ 2 ഭാഗം നല്ല രീതിയിൽ കട്ട വിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കുറച്ച് ഉൾവശത്തു കൂടെയാണ് അത് കടന്നു പോകുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായതിൻ്റെ റോഡ് തന്നെയാണ്. ഇവിടെ കാണാം നമുക്ക് ഓവർപാസിന്റെ മുകളിലൂടെ കടന്നു പോകുന്നത് കൽപ്പറ്റ ഭാഗത്തേക്ക്, കോഴിക്കോട് നഗരത്തിലേക്ക്, വേങ്ങേരി ഭാഗത്തേക്ക് പറഞ്ഞുള്ള ബോർഡൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് അവിടെയൊക്കെ കട്ട വിരിക്കുന്ന ഒരു വർക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ റോട്ടിലൂടെ തന്നെ ഹൈവേൻ്റെ ഭാഗത്തേക്കാണ് ഇനി പോകാനുള്ളത്. ആ ഭാഗത്ത് ജംഗ്ഷനിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വർക്കുകളൊക്കെ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ വന്ന സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ. ഇവിടെ താൽക്കാലികമായിട്ട് ഇതിലെ കടത്തി വിടുകയാണ്. ഇവിടെ ഇങ്ങനെ ക്രോസ് അടച്ച് വെക്കും. ഇപ്പം ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ്. ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കുന്നൊരു ഭാഗം കൂടെയാണ്. കണ്ടില്ലേ, വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഏത് സമയത്തും ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഭാഗം അടച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വർക്ക് എന്താണെന്ന് നോക്കാം.
എവിടുന്നാണ് കറക്റ്റായിട്ട് വാഹനങ്ങൾ വരുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് കടക്കുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. ഇവിടെ മണ്ണ് അമർത്തി വെക്കുന്ന വണ്ടി ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്ന മെഷീന് ഇതാണ്. ആ ഭാഗത്താണ് സോയിൽ ലേയിങ്ങിന്റെ വർക്ക് അപ്പുറത്താണ് ചെയ്യുന്നത്. അതുവരേക്കുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാളിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ ഭാഗത്താണ് പൈപ്പ് ലൈന് കടന്നു പോകുന്നത് കാണാം നമുക്ക്. അവിടെ ആ ഭാഗത്തേക്കാണ് ഇനി മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരാനും ഇവിടെയൊക്കെ റോഡിന്റെ വർക്കൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗം. അവിടെ ഒന്ന് പോയി നോക്കാം ആ ഭാഗത്ത്. ഇവിടെയുള്ള സർവീസ് റോഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതിന്റെ വർക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കർണാടക വണ്ടി എന്തോ ലോഡൊക്കെയുള്ള വണ്ടി കംപ്ലൈന്റ് ആയതാണ്. അപ്പൊ ഇവിടെ സാധാ കൊടുക്കുന്ന ക്രാഷ് ബാരിയർ പോലെയല്ല, ഇവിടെ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടും കുറച്ച് കട്ടി കൂടുതലൊക്കെ ഉള്ള ഒരു വാളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക, നിങ്ങളുടെ സപ്പോർട്ട് തരിക, കമന്റ് ഒക്കെ ചെയ്യുക. ഇവിടെയാണ് സോയിൽ ലൈനിങ് ചെയ്യുന്നത്. ഇത്രയും ഭാഗത്തേക്കാണ് കോൺക്രീറ്റ് വാള് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ മണ്ണ് കുറച്ച് ഉറപ്പ് കുറഞ്ഞൊരു മണ്ണായതുകൊണ്ടാണ്, ഈ ഭാഗത്തുള്ള മണ്ണുകൾ ഉറപ്പ് കുറവുള്ള കൊണ്ടാണ് അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വാള് കൊടുത്തത്. ഈ ഭാഗത്ത് കുറച്ച് സ്ട്രോങ് ആയ പാറ പോലെയുള്ള ഭാഗമായതുകൊണ്ട് ഇവിടെ സോയിൽ ലൈനിങ് ചെയ്യുന്നത്. ഇപ്പോൾ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ വർക്കുകളാണ്, ഡ്രില്ലിങ് വർക്കാണ് നടക്കുന്നത്. വർക്ക് നടക്കുന്നതിൻ്റെ വണ്ടിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഡ്രില്ലിങ് നടക്കുന്നത് കാണാം നമുക്ക്. ഇവിടെയൊക്കെ ഡ്രില്ലിങ് ചെയ്യുന്നുണ്ട്. ഇതാണ് സർവീസ് റോഡിൻ്റെ ഭാഗം. അതിൻ്റെ ഉൾവശത്തിലാണ് വരുന്നത്. ഇവിടെ പകുതിയോളം റോഡ് ഇറക്കി വെച്ചിട്ടാണ് മണ്ണ് ഇങ്ങോട്ട് തള്ളിയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്ത് മാറ്റാനുണ്ട്, സർവീസ് റോഡിന്റെ വർക്ക് ചെയ്യാനുണ്ട്. അതിന്റെ മുന്നേ ഉള്ള സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല പൊടിയും മണ്ണും പാറുന്നുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള കറണ്ട് കൊടുക്കുന്ന ജനറേറ്ററാണിത്. ഈ ഭാഗത്തൊക്കെ നിറയെ മരങ്ങളും കാടൊക്കെ ആയിരുന്നു, അതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇവിടെ കാണാം ഈ ഭാഗമൊക്കെ ടാർ ചെയ്ത റോഡാണ്. റോട്ടിലേക്കാണ് ഈ വേസ്റ്റും മണ്ണൊക്കെ തട്ടിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശത്ത് കാണുന്ന കമ്പി കണ്ടില്ല, ആ കമ്പി വരുന്ന ഭാഗത്തായിരിക്കും സർവീസ് റോഡ് വരിക, അത്രയും ഭാഗത്ത്. അപ്പൊ ഇതാണ് നമ്മുടെ മലാപ്പറമ്പ് ഭാഗത്ത് പുതുതായിട്ട് സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ്. അപ്പൊ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു കാര്യം കൂടെ കാണിക്കാം, ഇതൊരു കുഴൽക്കിണർ വണ്ടിയാണ്. അവിടെ കുഴൽക്കിണർ വണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഡ്രില്ല് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിന് കറണ്ട് കൊടുക്കുന്ന ജനറേറ്റർ ആണെന്ന് വിചാരിച്ചു, സോറി. ഇവിടെ സോയിൽ ലെവലിങ്ങിന് വേണ്ടിയുള്ള സിമെന്റ് സ്പ്രേ ചെയ്യുന്ന ഒരു ഭാഗം ഇതാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.